നമസ്കാരം. 10-ാമിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഡിസംബർ മാസം 21 മുതൽ ഡിസംബർ മാസം 27 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ ആദ്യ ദിവസവും ആഴ്ചയുടെ അവസാന ദിവസവും ഒഴിച്ചാൽ ബാക്കിയുള്ള 5ഓളം ദിവസങ്ങൾ വളരെ ഗുണകരമാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ചും അവരുടെ പ്രവർത്തന രംഗത്താണ് ഏറ്റവും കൂടുതൽ തിളക്കം ഉണ്ടാകാൻ പോകുന്നത്. അതിനനുസരിച്ച് കർമ്മത്തിൻ്റെ വിജയമനുസരിച്ച് ഇവർക്ക് സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം പ്രത്യേകിച്ചും തിങ്കളാഴ്ച തൊട്ട് തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഇവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കും. തുടർന്നുള്ള ദിവസങ്ങൾ സാമ്പത്തികമായ ഗുണവുമുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസത്തിൽ ഇവർക്ക് അധിക ചിലവ് കാണുന്നുണ്ട്. ഒന്നുകിൽ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അതുമല്ലെങ്കിൽ വീട്ടിലെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ എന്തെങ്കിലും ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടോ അതൊന്നുമല്ലെങ്കിൽ വീടുപണിയുമായി ബന്ധപ്പെട്ടോ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഇവർക്ക് അത്യന്താപേക്ഷിതമായ ചില ചിലവുകൾ ഉണ്ടാകും എന്ന് കാണുന്നു. ചില പാർട്ടികളിൽ ആഴ്ചയുടെ അവസാന ദിവസം ഇവർ പങ്കെടുക്കാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ആദ്യ ദിവസം ആഴ്ചയുടെ തുടക്ക ദിവസം വിദേശവുമായി ബന്ധപ്പെട്ട ചില സംരംഭങ്ങളെക്കുറിച്ചും അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പഠന വിദ്യാഭ്യാസ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയോ മറ്റെന്തെങ്കിലും പ്രാരംഭ ശ്രമങ്ങളോ അത് അത്രമേൽ വിജയിക്കണമെന്നില്ല തുടക്ക ദിവസം. ഞായറാഴ്ച ആണെങ്കിൽ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കാം. എന്നാൽ അതിനുവേണ്ടി ശ്രമിച്ചവർക്ക് ഞായറാഴ്ച അതുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായ ആൻസർ ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ കാര്യങ്ങൾ മാറി വരുന്നതായി കാണുന്നു. പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തുന്നു. അത് കർമ്മ പദ്ധതിയിലായാലും ശരി, ഇതുപോലെയുള്ള അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായാലും ശരി, അതെല്ലാം വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാമ്പത്തിക ഭദ്രത, പ്രവർത്തനത്തിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് പുറത്തു പോകുവാനോ സല്ലപിക്കുവാനോ അവസരം, വിവാഹം തുടങ്ങിയ മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗം, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകൽ, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ നടക്കാം. ആഴ്ചയുടെ അവസാന ദിവസം ഞാൻ അധിക ചെലവിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും രോഗസംബന്ധമായ എന്തെങ്കിലും പ്രശ്നം വരാം. തുടക്ക ദിവസം പിതാവിനും എന്തെങ്കിലും ശാരീരിക അവശത കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ അലർജി അസുഖങ്ങളോ സൈനസൈറ്റിസ്, മൂക്കടപ്പ്, മുഖവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇതുമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ച കഴിഞ്ഞ് 23, 24, 25, 26 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം ജോലി സംബന്ധമായ കാര്യങ്ങൾ തന്നെ. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിലാണ് ഈ ഗുണങ്ങളൊക്കെയും ഇവർക്ക് അനുഗ്രഹമായി വരുന്നത് എന്ന കാര്യം മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. തുടക്ക ദിവസങ്ങളിൽ ചില തടസ്സങ്ങളുണ്ടാവാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യ ദിവസവും അതിന് തൊട്ടടുത്തുള്ള തിങ്കളാഴ്ച ഉച്ചവരെയുള്ള ദിവസവും ഇവർക്ക് ചില ശാരീരികമായ അവശതയോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഇടയുണ്ട്. പ്രത്യേകിച്ചും ഇവർക്കും വരാൻ സാധ്യതയുള്ള ജലജന്യമായ രോഗങ്ങളാണ് കാണുന്നത്. അല്ലെങ്കിൽ അത്തരം പനിയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുമല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട സ്ത്രീ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ സ്ത്രീ ബന്ധങ്ങളിൽ അമ്മ, സഹോദരി, മകൾ, ഭാര്യ ഇവരുമായി ബന്ധപ്പെട്ടോ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും അതുമായി ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ ജോലി സ്ഥലത്ത് പോകാതെ ഇരിക്കേണ്ട അവസ്ഥ വരികയൊക്കെ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി ഇവരിൽ നിന്നും ചിലവുണ്ടാകുമെന്നും കാണുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ ഇതൊക്കെ മാറി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുകൊള്ളുവാനും തങ്ങളുടെ കർമ്മമേഖലയിൽ നന്നായി വ്യാപരിക്കാനും ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഏകദേശം 1.5 ദിവസം അത് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ ഗുണമാണ്. സാമ്പത്തിക ലാഭം കാണുന്നുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമാണ്. സാമ്പത്തികമായി ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയവും വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ ശ്രമങ്ങൾക്ക് വിജയവുമൊക്കെ കാണുന്നു. ഇവിടെ തന്നെ കൂടുതൽ വ്യക്തികളുമായി ചേർന്ന് ചില സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലൊക്കെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്.
നേരത്തെ പറഞ്ഞു ഒരുമിച്ച് ചെയ്യുന്ന ചില പുതിയ സംരംഭങ്ങളിൽ അവർക്ക് വിജയമുണ്ടാവുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തികമായും സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുമുള്ള സഹായം ഇവരിലേക്ക് വന്നു ചേരുന്നതായും കാണുന്നുണ്ട്. പ്രധാനമായും തുടക്ക ദിവസത്തെ ഒരു തടസ്സവും ആരോഗ്യ പ്രശ്നങ്ങളുമേ കാണുന്നുള്ളൂ. പിന്നീട് പൊതുവേ നല്ലതാണ്. മാതാവിന്, ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ മാതാവിന് ആഴ്ചയുടെ തുടക്ക ദിവസം അത്ര നല്ലതല്ല. അത് കഴിയുമ്പോൾ പിതാവിനും ചെറുതായിട്ട് പ്രശ്നങ്ങൾ, രക്ഷാകർതൃസ്ഥാനത്തുള്ള ആർക്കും പ്രശ്നങ്ങൾ വരാം എന്ന് കാണുന്നുണ്ട്. ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, നട്ടെല്ല്, അതുപോലെ തന്നെ വസ്തിപ്രദേശം, കീഴ്വയറ്, ഈ ഭാഗങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24 രാത്രി 10 മണിക്ക് ശേഷം 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഈ നക്ഷത്രക്കാർക്ക്, അതായത് മിഥുനക്കൂറുകാർക്ക്, ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തന്നെ നല്ലതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം ചെറിയ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസവും ഗുണകരമായിട്ടാണ് കാണുന്നത്. മധ്യത്തിലുള്ള ദിവസങ്ങളാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. അത് ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ ആർക്കെങ്കിലും മാനസികമായോ ശാരീരികമായോ കടുത്ത ആഘാതമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഭംഗം വരികയോ തടസ്സം വരികയോ ചെയ്യാം. പൊതുവേ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുള്ളതിനാൽ ഈ അവധിയെടുക്കുക അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക, അന്ന് പോയിട്ട് അന്ന് തന്നെ ജോലി ചെയ്ത് വേതനം വാങ്ങുന്നവർക്കൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചില ശാരീരികമായ അസ്വസ്ഥതകളും മാനസിക പ്രശ്നങ്ങളുമൊക്കെ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം വരുന്നത്. പ്രത്യേകിച്ചും അവരുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപഴകുവാനും സാമ്പത്തികമായി നേട്ടമുണ്ടാകാനുമൊക്കെ ഇവർക്ക് സാധിക്കുന്നത്. എന്നാൽ പൊതുവേ ഇവർക്ക് ഇവരുടെ സ്കില്ലനുസരിച്ചുള്ള ജോലി കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്കത്തിലെ 1.5 ദിവസവും അതുപോലെ അവസാന ദിവസവും, അങ്ങനെ 2.5 ദിവസം കൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ അവരുടെ ഫിനാൻഷ്യൽ ഗ്യാപ്പ് അവർക്ക് കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷം സാമ്പത്തിക പരാധീനത ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കാര്യതടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക വേണ്ട. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസം അത് കൃത്യമായി പരിഹരിക്കുന്ന അവസ്ഥയിൽ ഇവരിലേക്ക് പണം വന്നു ചേരുമെന്ന് കാണുന്നു. മറ്റേതെങ്കിലും സാങ്കേതിക സഹായത്തിൻ്റെ പേരിലാണെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസം നഷ്ടപ്പെട്ടു പോയ പ്രവൃത്തി ദിനങ്ങളുടെയോ നഷ്ടപ്പെട്ടു പോയ ജോലിയുടെയോ ഭാരം ലഘൂകരിക്കാൻ തക്കവണ്ണമുള്ള ചില വ്യവസ്ഥകൾ ഇവർക്ക് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ ജോലിയിൽ ഇവർക്ക് ഉണ്ടായിരുന്ന കഴിവിനനുസരിച്ച് മേലധികാരികളിൽ നിന്ന് പ്രശംസയോ അനുമോദനങ്ങളോ ഒക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഏറ്റുവാങ്ങാൻ സാധിക്കുമെന്നും കാണുന്നു. ശാരീരികമായ അവശത പ്രധാനമായും ആദ്യ 1.5 ദിവസങ്ങൾക്ക് ശേഷം ആണ് കാണുന്നത്. പ്രത്യേകിച്ചും നട്ടെല്ലിന് സംബന്ധമായോ അല്ലെങ്കിൽ ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടോ, അതായത് നെഞ്ച്, ശ്വാസകോശം, ഈ ഭാഗങ്ങൾക്കൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗത്തും പ്രത്യേകം ശ്രദ്ധ വേണം. ഈ മിഥുനക്കൂറിൽപ്പെട്ട പ്രായാധിക്യമുള്ളവർ അത് കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22 ഉച്ചവരെ, ശേഷം 27 ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആദ്യ പകുതി തന്നെയാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആലസ്യമോ പ്രശ്നങ്ങളോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെ അലട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരു മറുകര കാണാൻ സാധിക്കുന്നതായിട്ട് ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇവരുടെ അലസതയും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഈ ആഴ്ചയിൽ തലപൊക്കില്ല എന്ന് തന്നെ വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ തങ്ങൾ കഴിഞ്ഞയാഴ്ചയോ അതിനു മുമ്പോ ഉണ്ടാക്കിയിരുന്ന കടത്തെ ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭിന്ന രീതികളിലൂടെ പോകുന്നത് കൊണ്ടുണ്ടായ ചില കലഹങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഈ ആഴ്ചയിൽ പരിഹരിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും ആദ്യ പകുതിയിൽ തന്നെ ദാമ്പത്യത്തിലും ഉണ്ടായിരുന്ന വിള്ളലുകൾക്ക് ഒരു അറുതി വരുന്നതായിട്ടാണ് കാണുന്നത്. മുടങ്ങിപ്പോയ യാത്ര ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ സാധ്യമാകുന്നതായി കാണുന്നു. അപേക്ഷിച്ച ലോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കടത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാമ്പത്തിക
മായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചില മിത്രങ്ങൾ അതുപോലെ ചില സ്ഥാപനങ്ങൾ അതൊക്കെ ഇവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. പൊതുവേ സാമ്പത്തികമായി ഉണ്ടായിരുന്ന അല്ലലിന് ആദ്യ ആഴ്ചയിൽ തന്നെ ഇവർക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആഴ്ചയുടെ ആദ്യ 1.5 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഇവർക്ക് ഗുണമുണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കാൻ സാധിക്കാതിരുന്നത് കൃത്യമായി നടക്കുന്നു എന്ന് കാണുന്നു. സാമ്പത്തികമായ അല്ലൽ മാത്രമല്ല, ജോലി സംബന്ധമായ കാര്യങ്ങളിലെ തടസ്സവും മാറുന്നു. അതുപോലെ തന്നെ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ടു പോകുന്ന കാര്യങ്ങളിലും ഗുണമുണ്ടാകുന്നു. മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ, ആദ്യ പകുതിയിലെ ദിവസങ്ങളിൽ തന്നെ ഇവർ പങ്കെടുക്കുമെന്ന് കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് യാത്രയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് തരപ്പെടുന്നതായി കാണുന്നു. അപ്പോൾ പൊതുവേ ഇവർക്ക് ഗുണം ഉള്ള രാശികൾ എന്ന് പറയുന്നത് ആഴ്ചയുടെ ആദ്യ പകുതിയാണ്. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും യാത്ര കൊണ്ട് ഗുണവുമൊക്കെ കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, രണ്ടാം പകുതിയിലെ ദിവസങ്ങൾ പൊടുന്നനവേ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രധാനം. സാമ്പത്തികം ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നു. പിതാവിൻ്റെ അവസ്ഥയും അത്ര നന്നല്ല. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഇവർക്ക് ജോലിക്കോ പ്രവർത്തനങ്ങൾക്കോ പോകാൻ ചിലപ്പോൾ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ വേണ്ടത്ര കാര്യഗൗരവത്തോടെ തങ്ങളുടെ പ്രവർത്തനക്ഷമത അവരുടെ ജോലികളിൽ അംഗീകരിപ്പിക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ആഴ്ചയുടെ ആദ്യ പകുതിയാണ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണം. ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 21, 22, 23, 24 രാത്രി 10 മണി വരെയും ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും സന്താനങ്ങളെ ചൊല്ലിയുള്ള ചില തർക്കമോ ചില മനപ്രയാസമോ ഇവരെ വല്ലാതെ അലട്ടും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. പ്രധാനമായും ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന ഒരു വാരമാണ്. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന വാരമാണ്. ശാരീരികമായി അത്ര കണ്ട് സുഖകരമല്ല കഴിഞ്ഞ കുറേ നാളുകൾ. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിൽ പണമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഹായമോ ഇവർക്ക് ലഭ്യമാവുന്നു. സഹായമെന്നതിനെ വിളിക്കാൻ സാധിക്കില്ല. മറ്റു തരത്തിലുള്ള നേട്ടമോ ഇവർക്ക് ലഭ്യമാവുന്നു. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിച്ചിരുന്ന ചില ഭാഗ്യ അന്വേഷണങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ വിജയമുണ്ടാകുന്നതായി കാണുന്നു. ഭാഗ്യാന്വേഷി അതിൻ്റെ വിജയത്തിലെത്തും എന്നുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് കരുതി പകുതി ഉപേക്ഷിച്ച പലതും വീണ്ടും തുടങ്ങാൻ സാധിക്കത്തക്കവണ്ണം ചില പ്രത്യാശകൾ ഉണ്ടാകുന്നു എന്നും കാണുന്നുണ്ട്. സാമ്പത്തികം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ സ്പൂണിനും ചുണ്ടിനുമിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന ചില കർമ്മ പദ്ധതികൾ തിരിച്ചിവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ, അവസാന ദിവസവും ഒഴിച്ചുള്ള ദിവസങ്ങൾ, അതായത് ആദ്യത്തെ 1.5 ദിവസവും ഞായർ തൊട്ട് തിങ്കൾ ഉച്ചവരെയും അവസാനത്തെ ദിവസവും ഒഴിച്ചുള്ള ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക, ആ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഫലമായി മനസ്സന്തോഷം, അതിൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കാനുള്ള അവസ്ഥ, മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാനുള്ള അവസ്ഥ, വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്ന യാത്ര വിജയത്തിലെത്തുക, ഒരുമിച്ച് ചേർന്ന് ധനം സമാഹരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയസാധ്യത കണ്ടു തുടങ്ങുക, ഉണ്ടായിരുന്ന ശ്രമങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം മാറുക, വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക, പുതിയ കൂട്ടുകെട്ടുകൾ, പുതിയ സന്നാഹങ്ങൾ അതെല്ലാം വരിക, പുതിയ വസ്ത്രമോ പുതിയ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുവകകളോ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ സാധിക്കുന്നു. പൊതുവെ കർമ്മരംഗത്ത് സജീവമാകത്തക്കവണ്ണം ആഴ്ചയുടെ ആദ്യ 1.5 ദിവസത്തിനും അവസാന ദിവസത്തിനും ശേഷമുള്ള ദിവസങ്ങളിൽ, ആ മധ്യ ദിവസങ്ങളിൽ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. രോഗസംബന്ധമായി പല്ല്, മോണ, ചെവി ഈ ഭാഗങ്ങളിലും കഴുത്തിൻ്റെയും തോളിൻ്റെയും ഭാഗത്തുമൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ, നീർകെട്ടി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാം. കരുതിയിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ച കഴിഞ്ഞ് 23, 24, 25, 26 തീയതികൾ ഗുണകരമാണ്. കന്നിക്കൂറാണ് അടുത്തത്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായി കാണുന്നു. ആഴ്ചയുടെ കർമ്മരംഗത്ത് ഗുണമാണ് കാണുന്നത്. കുടുംബത്തിൽ കുറച്ചുകൂടി മനസ്സന്തോഷം ലഭിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ കുറേ കാലമായി
ചിലരെങ്കിലും കന്നിക്കൂറിൽപ്പെട്ട ചില നക്ഷത്രക്കാരെങ്കിലും മൗനം പാലിച്ചിരുന്നവർ ആ മൗനമൊക്കെ വെടിഞ്ഞ് തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാൻ ഒരുമ്പെടുന്ന ഒരവസ്ഥ ഈ ആഴ്ച കാണാം. അതുപോലെ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും നാലാളുകൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന ചില പിന്നാക്ക അവസ്ഥകൾ മാറി മുന്നോട്ട് ധൈര്യപൂർവ്വം ഇറങ്ങുന്നൊരവസ്ഥ കാണുന്നു. സൗഹൃദ ബന്ധങ്ങൾ കൂടുതൽ സഹായിക്കുന്നതായി കാണുന്നു. ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ആഡംബരത്വം ആഗ്രഹിക്കുന്നവർക്ക് അതുമാതിരിയുള്ള വസ്തുവകകൾ ലഭ്യമാവുന്നു. വാങ്ങാനോ സമ്മാനമായി ലഭിക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ പ്രവർത്തന രംഗത്ത് ചെറിയ ചില തടസ്സങ്ങളോ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നുവെന്ന്. ആ തടസ്സങ്ങൾ കൂടുതൽ പ്രമോഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പുരോഗതി തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ലഭിക്കത്തക്കവണ്ണമോ ഒക്കെ ആയി മാറുന്നു. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഇവർക്ക് പോസിറ്റീവായൊരു മനോഭാവം ഉണ്ടാകുന്നു. സാമ്പത്തികമായിട്ട് ഗുണം താരതമ്യേന ഈ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് പ്രകടമാകുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന കടബാധ്യതയും മറ്റു കാര്യങ്ങളും മനപ്രയാസങ്ങളുമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷം സന്താനങ്ങൾക്ക് ചെറിയ ചില രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു കാരണവും കൂടാതെ ചില നിരാശാബോധം ഉണ്ടാകാം. എന്നാൽ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ അത് പാടെ മാറുകയും ആഴ്ചയുടെ 2ാം പകുതി കൂടുതൽ ഗുണകരവും സാമ്പത്തിക നേട്ടം സമ്മാനിക്കുന്നതും മനസ്സിന് സന്തോഷമുളവാക്കുന്നതുമായിരിക്കും. രോഗാവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ചും സന്താനങ്ങൾക്കാണ്. അതുപോലെ തന്നെ മാതാവിനും അത്ര നല്ലതല്ല. വാഹനത്തിൽ വെച്ച് വാഹനത്തിൽ ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ മാതാവിന് ചില അവശതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി അമിത വേഗതയൊന്നും കൂടാതെ വാഹനം ഓടിക്കുക. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലെത്തിയവരോ കാരണവസ്ഥാനത്തുള്ളവരോ മാതൃതുല്യരായ വ്യക്തികളോ മാതാവോ തന്നെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24 രാത്രി 10 മണി കഴിഞ്ഞ് 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ തുടക്കത്തിലെ 1.5 ദിവസങ്ങളും പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസവുമാണ് കൂടുതൽ ഗുണകരം. സത്യത്തിൽ ആഴ്ചയിലാകെ 2.5 ദിവസമേ ജ്യോതിഷ പ്രമാണമനുസരിച്ച് ഇവർക്ക് ഗുണമുള്ളുവെങ്കിലും പൊതുവേ ഇവർക്ക് വ്യാഴവും അതുപോലെ ശുക്രനുമൊക്കെ അനുകൂല സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ബുധനുമൊക്കെ അനുകൂല സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കേതു ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഇവർക്ക് വരുമാനത്തിൻ്റെ വർധനവിനും വരുമാനം കൃത്യമായി ലഭിക്കുവാനുമൊക്കെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരികമായ അവശതയോ പ്രശ്നമോ വരാം. അതുമായി ബന്ധപ്പെട്ട് മനസ്സിന് വിഷമമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവർക്കും എന്തെങ്കിലും അസുഖമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഇതിനെയൊക്കെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തി കൊണ്ടോ ഒക്കെ അതിജീവിച്ചുകൊണ്ട് തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് ഈശ്വരാധീനം കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, അതുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവർക്ക് സാധിക്കുന്നു. എന്നാൽ മനസ്സിൻ്റെ ആശങ്കകൾ ഒന്നൊഴിയാതെ ഇപ്പോഴും പിന്തുടരുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായൊരവസ്ഥ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടുമൊക്കെ മാത്രമേ ഇവർക്ക് അതിൽ നിന്നൊരു മാറ്റം വരൂ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപചാരങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യണമെന്നുമില്ല. കുറച്ചു നേരം ഏതെങ്കിലും ഒരു മുറിയിൽ തനിച്ചിരുന്നാൽ മതി. എല്ലാ ബഹളങ്ങളിൽ നിന്നും അകന്ന് അവനവനിലേക്ക് തന്നെ ഇറങ്ങുമ്പോൾ സത്യത്തിൽ വലിയ ചില ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. എവിടെയാണ് കുറവ്, എവിടെയാണ് തെറ്റ്, എന്താണ് അബദ്ധത്തിൽ സംഭവിച്ചത് എന്നൊക്കെ തിരിച്ചറിയാൻ ആ നിമിഷങ്ങൾ നമ്മെ സഹായിക്കും. മെഡിറ്റേഷൻ എന്ന വലിയ വാക്കൊന്നും പറഞ്ഞ് അതിനെ ഞാൻ ആരെയും ഭയപ്പെടുത്തുന്നതല്ല. ആർക്കും ഇത് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഒറ്റയ്ക്കിരിക്കുക, ബഹളങ്ങളിൽ നിന്നെല്ലാം അകന്ന് സ്വയം ചിന്തിക്കുക എന്താണ് സംഭവിച്ചത് എന്ന്. അതൊരു റീകറക്ഷൻ്റെ ഭാഗമാണ്. പുനർവിചിന്തനം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ മാറാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കുക എങ്കിൽ മാത്രമേ മനസ്സിൻ്റെ ആശങ്കകൾ അകലുകയുള്ളൂ. ധനപരമായി എന്തായാലും തുലാക്കൂറിന് നേട്ടമുണ്ട്. പ്രവർത്തനങ്ങളിൽ വിജയവുമുണ്ട്. വേണ്ടപ്പെട്ടവരെ ഓർത്തോ സന്താനങ്ങളെ ഓർത്തോ വിഷമങ്ങൾ ഉണ്ടാകുന്നതും ഇതിൽ ജ്യോതിഷപരമായി സത്യം തന്നെയാണ്. പക്ഷേ പ്രാർത്ഥന കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടുമൊക്കെ അതിനെ അതിജീവിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22 ഉച്ചവരെയും ശേഷം 27 ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്.
ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ 2-ലെ നിലയാണ് ഇവർക്കിപ്പോൾ അനുഗ്രഹം. ശുക്രൻ 2-ൽ നിൽക്കുന്നു, ചൊവ്വയും കൂടെ നിൽക്കുന്നുണ്ട്, സൂര്യനും നിൽക്കുന്നുണ്ട്. അവിടെ ശുക്രന് ബലമുണ്ട്, അതുപോലെ തന്നെ ചൊവ്വയ്ക്കും ബലമുണ്ട്, സൂര്യനും ബലമുണ്ട്. സത്യത്തിൽ ശുക്രനാണ് താരതമ്യേന ബലം അല്പമെങ്കിലും കുറവ്. എന്നാൽ ജന്മലഗ്നത്തിൻ്റെ അധിപൻ എന്ന നിലയിൽ ശുക്രനും അവിടെ പവർഫുള്ളാണ് എന്ന് തന്നെ വ്യാഖ്യാനിക്കണം. അങ്ങനെ വരുമ്പോൾ 3 ഗ്രഹങ്ങൾ ബലത്തോടുകൂടി ശുക്രൻ ഇവിടെ ജന്മലഗ്നാധിപൻ ചൊവ്വയാണ്. ജന്മലഗ്നാധിപൻ ചൊവ്വയുടെ കൂടെ ശുക്രൻ നിൽക്കുന്നു. വ്യാഴക്ഷേത്രത്തിൽ ശുക്രന് വലിയ ദോഷം വരില്ല എന്നുള്ള ഒരു പ്രമാണമനുസരിച്ചാണ് ഇവിടെ ശുക്രനും ബലമുണ്ട് എന്ന് കരുതുന്നത്. സൂര്യൻ പിന്നെ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ പൊതുവെ പ്രബലനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഗ്രഹങ്ങൾക്ക് നല്ല ബലവും ശുക്രന് താരതമ്യേനയുള്ള ബലവും ഇവിടെ ഉള്ളതിനാൽ സാമ്പത്തിക നേട്ടം തങ്ങൾക്കറിയാവുന്ന വിദ്യയിൽ ഏറ്റവും നല്ലവണ്ണം പ്രയോഗിച്ചുകൊണ്ട്, ആ വിദ്യ പ്രയോഗിച്ചുകൊണ്ട് കർമ്മമാർഗത്തിൽ അവർക്ക് ഏറ്റവും നന്നായി തിളങ്ങാൻ സാധിക്കുന്ന ഒരാഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്നും സർക്കാരിൽ നിന്നുമൊക്കെ അനുമോദനങ്ങളോ പ്രശംസയോ ഏറ്റുവാങ്ങാം. അവരുടെ നല്ല ബുക്കിൽ ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ കർമ്മരംഗത്തിൻ്റെ വിജയം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ചില കാര്യങ്ങളിൽ വളരെ കാർക്കശ്യങ്ങൾ നടത്തേണ്ടി വരും, ഏറ്റവും വേണ്ടപ്പെട്ട ചിലരെ വിഷമിപ്പിക്കേണ്ടി വരും, ചില വാക്കുകൾ ചിലപ്പോൾ ചിലർക്ക് മുള്ളുകളായി തറഞ്ഞു കയറുകയൊക്കെ ചെയ്യും. എന്നാൽ പോലും ആത്യന്തികമായി അതൊന്നും ഒരു ദോഷമായി കാണുന്നില്ല. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി ഇവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി പണം ഇവരിലേക്ക് വന്നു ചേരുന്നതായും കാണുന്നു. ഈശ്വരാധീനത്തിൻ്റെ കുറവ് ഉള്ളതിനാൽ, അല്ലെങ്കിൽ ഭാഗ്യാനുകൂലത്തിൻ്റെ കുറവ് അല്പം ഉള്ളതിനാൽ ഇവർ എപ്പോഴും പറയുന്ന വാക്കുകൾക്ക് വളരെ ശ്രദ്ധ വേണം. അമിതമായ ആവേശം ഒന്നിലും കാണിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അത്ര നല്ലതല്ല. എന്നാൽ ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി, കൂടുതൽ മനസ്സുറപ്പോടുകൂടി, കാര്യപ്രാപ്തിയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഇവർ വ്യാപരിക്കുന്നതാണ് കാണുന്നത് ആഴ്ചയുടെ ആദ്യ 1.5 ദിവസങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും മറ്റുള്ളവരുടെ തങ്ങളുടെ കഴിവിനെക്കുറിച്ചുള്ള കാര്യത്തിൽ ഉള്ള അവരുടെ ചിന്തയുമൊക്കെ തന്നെ ഇവരുടെ മനസ്സിനെ ആഹ്ലാദം നൽകുന്നു. സാമ്പത്തികം മാത്രമല്ല, തൊഴിലിൽ ഉണ്ടായിരുന്ന മികവും ഇവർക്ക് മനസ്സിൽ വലിയൊരു ആഹ്ലാദമാണ് നൽകുന്നത്. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ, അതുവരെ ഇല്ലാതിരുന്ന ചില പ്രവർത്തനങ്ങളിലെ കുറവുകൾ, അതെല്ലാം തന്നെ ഇവർക്ക് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ചില തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുന്നു. അത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കുന്ന ചില യാത്രകളും ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് വരുന്നത്. സാമ്പത്തിക നേട്ടം മാത്രം നോക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ല ഇവരെ ഇപ്പോൾ കൂടുതലായി മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ഒരു ഫിഗറായി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് ഈ ആഴ്ചയിൽ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണം. അതവർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യുകയും ചെയ്യും. മുഖം വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മുഖത്തിന് പൊള്ളലേൽക്കാനോ അതുപോലെ തന്നെ അഗ്നിഭയം മുഖത്ത് വരാൻ സാധ്യതയുണ്ട്. കണ്ണുകൾ, ഹൃദയം, ഞരമ്പ് ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ച കഴിഞ്ഞ് 23, 24 രാത്രി 10 മണി വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും അനുകൂല സ്ഥാനത്ത് സർവേശ്വരനായ വ്യാഴം നിൽക്കുന്നതിനാൽ പൊതുവെ വ്യാഴത്തിൻ്റെ ഒരു രക്ഷ പല കാര്യങ്ങളിലും ഇവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ യാത്രാ സംബന്ധമായ കാര്യങ്ങളിലോ, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കർമ്മ പദ്ധതികളിലോ, അതുമല്ലെങ്കിൽ ഇവരുടെ ബന്ധങ്ങളിലുണ്ടായിരുന്ന ഉലച്ചിലൊക്കെ മാറി ബന്ധങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലോ ഒക്കെ തന്നെ ഈശ്വരാധീനം വളരെ വലിയ തോതിൽ ഇവരിലേക്ക് പെയ്തിറങ്ങുന്നു എന്ന് വേണം ചിന്തിക്കാൻ. അതുകൊണ്ട് തന്നെ രാവിലെ വാതിൽ തുറക്കുമ്പോൾ വാതിൽപ്പടിയിൽ ഭഗവാൻ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തീർച്ചയായും കർമ്മരംഗത്ത് ഇവർക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. പല വിഷമം നിറഞ്ഞ അഭിമുഖങ്ങളെയും അതുപോലെ പല വിഷമം നിറഞ്ഞ പ്രതിസന്ധികളെയും ഇവർക്ക് അതിജീവിക്കാനുണ്ട്. അതെല്ലാം തന്നെ ഇക്കണ്ട കാലമത്രയും ഏറ്റവും കഷ്ടപ്പെട്ട ദിവസത്തിലുമൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറിയതിനാൽ ഇപ്പോഴും അതൊക്കെ ഇവർക്ക് സാധിക്കുമെന്ന് കാണുന്നു. പൊതുവെ ഇവരുടെ ജീവിതത്തിൽ ഊഷ്മളമായ ചില ബന്ധങ്ങൾ കടന്നു വരുന്നത് കാണുന്നു.
ഏതെങ്കിലുമൊക്കെ ചിന്തയുടെ അവസ്ഥയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തലത്തിലോ ഇവർക്ക് കുറച്ച് മാനസികമായ ശക്തി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിദേശവുമായി ബന്ധമുള്ള ഇവരുടെ ആശ്രിതരുടെ കൂടെ വിദേശത്ത് പോകുമെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആശ്രിതർക്കോ ഉള്ള അനുഭവങ്ങളിൽ ഉണ്ടായിരുന്ന നീരസങ്ങൾക്ക് മാറ്റം വരുന്നതായി കാണുന്നു. യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം. ഈ ആഴ്ച തുടക്ക ദിവസങ്ങൾ വളരെ നല്ലതാണ്. പിന്നെ രണ്ടാം പകുതിയിലെ ആദ്യ ദിവസങ്ങളും ഇവർക്ക് വളരെ ഗുണകരമാണ്. കൂടുതൽ ഉത്കർഷതയോടെ കൂടുതൽ ഉത്സാഹത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവർ പങ്കുകൊള്ളും എന്ന് കാണുന്നു. സാമ്പത്തികം ഒരു പ്രധാന വിഷയമായിട്ട് ഇവരിലേക്കും വരുന്നില്ല എങ്കിലും അതിനപ്പുറം ഇവരുടെ മനസ്സ് വിജയത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ പാതയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്ന ശാരീരികമായി ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അമിത വേഗതയിൽ ഓടുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക, സാഹസികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ കരുതലെടുക്കുക, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, അഗ്നി, അതുപോലെ ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ ഇതുമായി താൽക്കാലികമായിട്ടെങ്കിലും പ്രവർത്തിക്കേണ്ടി വരുന്നവരുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യണം എന്ന് പറയുന്നു. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 21, 22 ഉച്ചവരെയും ശേഷം 24 രാത്രി 10 മണിക്ക് ശേഷം 25, 26 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ദോഷം ഇപ്പോൾ ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാകാനിടയില്ല. ചില യാത്രകളും ചില അമിത പ്രവർത്തനങ്ങളും, അതായത് ജോലിയുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളിലുമൊക്കെ സാമ്പത്തികം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദര സംബന്ധമായോ അല്ലെങ്കിൽ ശരീരത്തിന് മൊത്തത്തിലോ ഒരു അലസത ഉണ്ടാകാം. പ്രത്യേകിച്ചും അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുകയും അതുപോലെ വ്യാഴം 6-ലൊക്കെ നിൽക്കുകയും ചെയ്യുമ്പോൾ ആരോഗ്യം വളരെ രക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഓർക്കാപ്പുറത്തായിരിക്കും അശ്രദ്ധ കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം സംഭവിക്കുക എന്ന് കരുതണം. 11-ൽ നിൽക്കുന്ന ബുധൻ ഇവർക്ക് ഉള്ള കഴിവ് കൃത്യമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയായിട്ടാണ് ഈ വാരത്തെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്കില്ലനുസരിച്ച് സാമ്പത്തികമായി നന്നായി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ശേഖരിക്കാൻ സാധിക്കും. അതിന് തക്കവണ്ണമുള്ള കർമ്മം ഇവരിലേക്ക് വന്നു ചേരും. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവർക്ക് അത് സാധിക്കും. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും അഭിമുഖങ്ങളിലും എഴുത്തു പരീക്ഷകളിലുമൊക്കെ നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്നൊരവസരം കാണുന്നുണ്ട്. അതുപോലെ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഇവരിലേക്ക് വരുമെന്ന് കാണുന്നു. പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങും. അതിനുവേണ്ടി ധാരാളമായി യാത്ര ചെയ്യേണ്ടി വരും. യുവത്വത്തോടു കൂടി ചേർന്നുള്ള ചില യാത്രകൾ, യുവതീ യുവാക്കളുമായി ചേർന്നുള്ള ചില സംരംഭങ്ങൾ, യാത്രകൾ ഒക്കെ ഇവർക്കിപ്പോൾ വളരെ അനുകൂലമായ ചില അവസ്ഥകൾ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സഹായമായി മാറും. അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം എന്ന് നേരത്തെ പറഞ്ഞു. അത് ഒരുപക്ഷെ വിദഗ്ധരുമായി ചെയ്യുന്ന യാത്രയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ആശയങ്ങളും കൂടുതൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളുമായി ചേർന്ന് ചെയ്യുന്ന യാത്ര ഇവർക്ക് ഇവരുടെ ഭാവിയിലെ കർമ്മ പദ്ധതിയിലേക്കും ആവിഷ്കരിക്കാൻ സാധിക്കുന്ന തരത്തിൽ ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ബൗദ്ധികമായി അതുപോലെ ക്രാഫ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സ്കിൽഡായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കഴിവുകൾ ഉള്ളവർ ഇവർക്കൊക്കെ തന്നെ ഈ ആഴ്ചയിൽ സാമ്പത്തിക ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നുണ്ട്. ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ച കഴിഞ്ഞ് 23, 24 രാത്രി 10 മണി വരെയും ശേഷം 27-മാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം സഹോദരന്മാരുടെ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ മനസ്താപമുണ്ടാകാൻ വഴിയുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാർക്ക് മാനസികമായും ശാരീരികമായും ചില അപകട സാധ്യതകളുമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാരും മകരക്കൂൾപ്പെട്ട നക്ഷത്രക്കാരും അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. കൊളസ്ട്രോൾ, BP ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രായഭേദം അനുസരിച്ചുള്ള ശ്രദ്ധയും മെഡിക്കേഷനുമൊക്കെ നടത്തേണ്ടതാണ് എന്ന് പറയുന്നു. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരൻ നിൽക്കുകയും അത് ജന്മലഗ്നത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ഈശ്വരാധീനം ഇവർക്കുണ്ട്. ഏത് ദോഷവശങ്ങളിലൂടെ കടന്നുപോയാലും ഏത് അനാരോഗ്യ അവസ്ഥകളിലൂടെ കടന്നുപോയാലും ഈശ്വരൻ്റെ ഒരു
കണ്ണ് ഇവരുടെ മേൽ പതിയുന്നത് കൊണ്ട് രക്ഷയുണ്ട് എന്ന് തന്നെ പറയണം. ഭാഗ്യവും ധനവും അതുപോലെ തന്നെ കർമ്മങ്ങളിൽ വിജയവുമാണ് പ്രധാനമായും ഇവർക്കുണ്ടാകുന്നത്. അനാരോഗ്യം എന്ന ഭീഷണി ഇവരിലേക്ക് ഇപ്പോൾ വരുന്നതായി കാണുന്നില്ല. സ്വതവേ ഉള്ള അവസ്ഥകൾക്ക് മാറ്റം വരും, സ്വതവേ ഉള്ള രോഗാവസ്ഥകൾക്ക് മാറ്റം വരും. അതുപോലെ തന്നെ മാനസികമായി ദൗർബല്യമുള്ള വ്യക്തികൾക്ക് അതൊക്കെ ഒന്ന് മാറി ഈ ആഴ്ച സടകുടഞ്ഞെഴുന്നേൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില പ്രവണതകൾ ഉണ്ടാകുമെന്നും കാണുന്നു. സാമ്പത്തികം മാത്രമല്ല ഇവരെ ഇത്തവണ സഹായിക്കുക. ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഭാഗമായി ഇവരുടെ മൊത്തത്തിലുള്ള മനസ്സ്, ഭാവം ഇതെല്ലാം തന്നെ മാറുന്നതായി കാണുന്നു. കൃത്യമായും ഇവർക്കുള്ള വരുമാനം ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെയാണ് കാണുന്നത്. സമാന്തരമായി ചില കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ചെയ്യാൻ സാധിക്കുകയോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് അത്തരം ചില സംരംഭങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് കമ്മീഷൻ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള വേതനത്തിൻ്റെ അവസ്ഥയിലോ ഒക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ സാമ്പത്തികമായി ഇവർക്ക് നല്ല ബലം കാണുന്നു. പിന്നെ സ്ത്രീകളാൽ കുംഭക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് സഹായം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരാലും സഹായം കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലോ ആകുലതകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു ശമനം വരുന്നതായും കാണുന്നു. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ആഴ്ച കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഗുണമുള്ള ആഴ്ചയാണ്. എന്നാൽ ദിവസങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, അതായത് ആദ്യത്തെ ദിവസവും തൊട്ടടുത്ത ദിവസത്തിൻ്റെ പകുതിയും 1.5 ദിവസത്തോളം വളരെ ഗുണമാണ്. ശേഷം രണ്ടാം പകുതിയിലെ തുടക്ക ദിവസങ്ങളും ഇവർക്ക് ഗുണമാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ആഴ്ചയിൽ 21, 22 ഉച്ചവരെയും ശേഷം 24 രാത്രി 10 മണി കഴിഞ്ഞ് 25, 26 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ പ്രധാനമായും സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, ഇടപെടുന്ന വ്യക്തികളോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറാൻ സാധിക്കുന്നത് കൊണ്ടുള്ള മനസ്സിൻ്റെ സന്തോഷവും അതുപോലെ തന്നെ ഗുണവും, വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമാകൽ, ഇതൊക്കെയാണ് പ്രധാനമായും സംഭവിക്കുന്നത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഇവർക്ക് സ്കിൻ സംബന്ധമായി അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയും കാണുന്നുണ്ട്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും കുടുംബത്തിലും പ്രവർത്തന രംഗത്തും ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ കുടുംബത്തിലെ ഏതാവശ്യങ്ങൾക്കും പ്രത്യേകിച്ചൊരു അവധിയും പറയാതെ എങ്ങനെയും നടത്തിക്കൊടുക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക അവസ്ഥ ഇവർക്കുണ്ടാകുന്നു. അതുപോലെ കർമ്മരംഗത്ത് എന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഈശ്വരാധീനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒക്കെ അവർക്കതിന് സാധിക്കുന്നു, വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ ചില ഈ മീനക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് ചില സ്ത്രീകളാൽ കർമ്മരംഗത്ത് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഓരോ നീക്കവും വളരെ കരുതലോടെ ആയിരിക്കണം. പറ്റിക്കപ്പെടാം അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാം, അപവാദങ്ങൾ ഉണ്ടാകാം എന്നൊരു ധാരണ മനസ്സിലുണ്ടാവണം. മൊത്തം ഭാഗത്തെയും മൊത്തം കർമ്മത്തെയും അത് ബാധിക്കുമെന്നൊരു ചിന്ത ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിനോട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് മീനക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്കും അതുപോലെ മീനക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്കും പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ കർമ്മരംഗത്തെ ഇവരുടെ ശോഭനീയമായ വളർച്ചയ്ക്ക് പാരിതോഷികമായി സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ ഒക്കെ അനുമോദനങ്ങളോ പ്രശംസയോ പുരസ്കാരമോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നല്ല ലാഭമുണ്ടാകുന്ന ആഴ്ചയാണ്. തുടക്ക ദിവസങ്ങളിൽ വീട്ടിലെ പല ആവശ്യങ്ങൾക്കും സാമ്പത്തികം ചെലവഴിക്കേണ്ടി വരുമെങ്കിലും പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ ഇവരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തക്കവണ്ണമൊക്കെ കൂടുതൽ ധനം വരുമെന്ന് കാണുന്നു. ആരോഗ്യ സംബന്ധമായി വളരെ ശ്രദ്ധിക്കണം. അരക്കെട്ട്, അതുപോലെ തുട, കാൽമുട്ട് ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്ഷതമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജന്മശനി ആയതുകൊണ്ട് പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകണം എന്നൊരു വിധിയുണ്ട്. താൽക്കാലികമായി ചില ഗ്രഹങ്ങൾ നല്ല ഇടത്ത് പോകുമ്പോൾ അതിൻ്റെ ദുരിതത്തിൻ്റെ വ്യാപ്തിക്ക് ഒരു അളവ് കുറയുന്നു എന്നതേ ഉള്ളൂ. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ നിഷ്ഠകൾ കൊണ്ടും വേണം അതിനെ അതിജീവിക്കാൻ. അത് ചെയ്യുക എന്നതാണ് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22, 23, 24 രാത്രി 10 മണി വരെയും ശേഷം 27 സാമാന്യം ഗുണമുള്ള ദിവസങ്ങളാണ്.
ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ശനീശ്വരനെയോ ശാസ്താവിനെയോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. കറുത്ത പട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ നീലപ്പട്ട് സമർപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. ചിലർക്ക് ഇടത്തെ കൈ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അലർജി, അതുകൊണ്ടാണ് ഒന്നുകൂടെ അത് ഉറപ്പിച്ച് പറയുന്നത്. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് തന്നെ എച്ചിൽ കൊടുക്കുക. അതുപോലെ തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവരെ സംബന്ധിച്ചിടത്തോളം ജപമാണ് ഏറ്റവും പ്രധാനമെന്ന കാര്യം മറക്കാതിരിക്കുക. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. അതുപോലെ തന്നെ വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക മഹാവിഷ്ണുവിൻ്റെ പാദത്തിങ്കൽ. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ തുടങ്ങിയവയൊക്കെ ഉത്തമമായ പരിഹാര മാർഗങ്ങളാണ് വ്യാഴദോഷത്തിന്. കേതുദോഷത്തിന് ഗണപതിയെ തന്നെ പിടിക്കുക. ഓം ഗം ഗണപതിയെ നമ, ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ജപിക്കുക. കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്. ഉണ്ണിയപ്പ നിവേദ്യമൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നാളികേര മുടക്കലുമൊക്കെ നല്ലതാണ്. കൃത്യമായി ഗണപതി അമ്പലത്തിൽ ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ദർശനം നടത്തുക. ഓം ഗം ഗണപതയെ നമ ജപിക്കുക. അടുത്തത് രാഹുർ ദോഷ പരിഹാരത്തിനുള്ള കാര്യങ്ങളാണ്. രാഹുർ ദോഷ പരിഹാരത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കുന്നതും ഓം അനന്തായ നമ എന്ന് ജപിക്കുന്നതുമൊക്കെ നല്ലതാണ്. ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഏറ്റവും എളുപ്പവും ലളിതവുമായ കാര്യങ്ങൾ മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നതിലാണ് കൂടുതൽ കാര്യമെന്ന് പ്രായോഗികമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ലഘുവായ മന്ത്രം പറയുന്നത്. ഒന്നും പറഞ്ഞ് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നാഗദൈവങ്ങൾക്ക് 100 പാലും അർപ്പിക്കുക, മഞ്ഞളും പാലും അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.